ഹലോ നമസ്കാരം, ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൂഗിൾ ആപ്സിൻ്റെ ഗൂഗിൾ ഫോട്ടോസിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ 2 ഫീച്ചറിനെ കുറിച്ചാണ്. ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോയിലും നമുക്ക് 2 അടിപൊളി എഡിറ്റിംഗ് ഫീച്ചറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളുടെ സഹായമില്ലാതെ തന്നെ വളരെ മനോഹരമായി അതേപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ നമുക്ക് ഫോണിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ഏത് വീഡിയോയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അതിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ കാണാനായിട്ട് സാധിക്കും എഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മുകളിൽ സ്റ്റെബിലൈസ്, അതേപോലെ തന്നെ എൻഹാൻസ്, എക്സ്പോർട്ട് ഫ്രെയിം, അതേപോലെ തന്നെ സ്പീഡ്. നമുക്ക് സ്പീഡൊക്കെ കൂട്ടാനായിട്ട് സാധിക്കും വീഡിയോൻ്റെ. ഇവിടെ നമ്മൾ നോക്കുന്നത് നമുക്കിവിടെ വീഡിയോൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അതേപോലെ തന്നെ ക്രോപ്പ്, അഡ്ജസ്റ്റ്, എഫക്ട്സ്, അതേപോലെ തന്നെ മാർക്കപ്പ്. ശേഷമാണ് നമുക്ക് ഏറ്റവും പുതിയതായി വന്നിട്ടുള്ളത് പ്രീസെറ്റ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 4 പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബേസിക് കട്ട്, അതേപോലെ തന്നെ സ്ലോ മോഷൻ, അതേപോലെ തന്നെ സൂം, ട്രാക്ക്. ഇതിൽ ബേസിക് കട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഭാഗം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ചെറിയ രീതിയിലായിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് ആ ഭാഗം ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോയിലുള്ളത്. അതേപോലെ തന്നെ സ്ലോ മോഷൻ നമുക്ക് ഏത് ഭാഗത്താണോ നമുക്ക് സ്ലോ മോഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സൂം, നമുക്ക് ഏത് ഭാഗമാണ് വീഡിയോൻ്റെ സൂം ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് വരേണ്ടത് അത് നമുക്ക് സൂം ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ട്രാക്ക്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ്, അതുപോലെ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരാൾ എവിടേക്കാണോ ഒബ്ജക്റ്റ് നീങ്ങുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ക്യാമറ ആ രീതിയിൽ അത് ഫോക്കസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് പോകുന്നതാണ്. അടുത്തതായി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബേസിക് കട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ഫിംഗർ കൊണ്ട് ഇങ്ങനെ ഏത് ഭാഗമാണ് നമുക്ക് വീഡിയോയിൽ കട്ട് ചെയ്ത് മാറ്റേണ്ടത് അതിവിടെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക ഫിംഗർ കൊണ്ട്. അതിനുശേഷം നമുക്ക് താഴെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് വീഡിയോയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നടുവിൽ നിന്നും അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ഭാഗമാണ് ഇങ്ങനെ ആ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് നടുവിലത്തെ ഭാഗവും നമുക്ക് അതേ രീതിയിൽ നമുക്ക് ഇത് അതായത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ലാസ്റ്റത്തെ ഭാഗമാണെങ്കിൽ ലാസ്റ്റത്തെ ഭാഗം അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് അതിന് ശേഷം നമുക്ക് താഴെ നമുക്ക് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ ഫീച്ചറാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് അതേപോലെ തന്നെ ചെറിയ എഡിറ്റിങ്ങും ഒക്കെ നമുക്ക് ഇതേ രീതിയിൽ വളരെ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായി നമുക്ക് സ്ലോ മോഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് സ്ലോ മോഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ ഇത് ഫുൾ വീഡിയോ ആണ്, നമ്മൾ ഫിംഗർ കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം, താഴെയാണ് നമുക്ക് ഇതിൽ എവിടെയാണ് നമുക്ക് നമ്മളുടെ വീഡിയോ സ്ലോ മോഷൻ വരേണ്ടത് അതിനിവിടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ ഫിംഗർ കൊണ്ട് താഴത്തെ ഈ ഓപ്ഷൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഏത് ഭാഗമാണ് വേണ്ടത് അതിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണോ വീഡിയോ സ്ലോ മോഷനായിട്ട് വർക്ക് ചെയ്യേണ്ടത് അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരാനാണ് നമുക്ക് കാണാം. ഞാനിവിടെ ജസ്റ്റ് പ്ലേ ചെയ്ത് വീഡിയോ, അപ്പോൾ ആ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് സ്ലോ മോഷനിലായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഞാനിവിടെ വീഡിയോ അങ്ങനെ ഇവിടെ ക്ലിയർ മുൻപത്തെ ഭാഗത്തേക്ക് മാറ്റി. അപ്പോൾ വീഡിയോ സ്പീഡാണ്. അതിനുശേഷം ഈ ഭാഗം ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം വീണ്ടും പ്ലേ ചെയ്യുന്നു. അപ്പോൾ ആ ഭാഗം നമുക്ക് സ്ലോ മോഷനിലേക്ക് ക്രിയേറ്റ് ചെയ്തതായിട്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ വളരെ അടിപൊളിയാണ്. അതേപോലെ തന്നെ നമ്മളിത് എനേബിൾ ചെയ്യുമ്പോൾ ഈ പ്രീസെറ്റ്സിൻ്റെ ഭാഗം എനേബിൾ ചെയ്യുമ്പോൾ നമ്മളുടെ വീഡിയോ ക്ലാരിറ്റി അവർ കുറച്ചും കൂടി എൻഹാൻസിങ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുത്തത് കുറച്ച് ക്ലിയർ കുറവാണ് അല്ലെങ്കിൽ വെളിച്ചം കുറവാണെന്ന് വെച്ച് അതും കൂടെ നമുക്ക് ഇവർ എൻഹാൻസ് ചെയ്ത് തരുന്നുണ്ട് ഇങ്ങനെ രീതിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്തു. അടുത്ത എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായി നമുക്ക് സൂം എന്ന ഫീച്ചറിനെ പറ്റി നോക്കാം. നമ്മുടെ വീഡിയോയിൽ ഏത് ഭാഗമാണ് സൂം ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വരേണ്ടത് അതിവിടെ ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ സൂം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും താഴെയാണ് നമ്മളുടെ ആ ഓപ്ഷൻ ഉള്ളത്. ഇതിപ്പോൾ നമ്മളുടെ മുകളിൽ കാണുന്നത് നമ്മളുടെ വീഡിയോ ആണ്. അതിനുശേഷം നേരത്തെ നമ്മൾ സ്ലോ മോഷനിൽ ചെയ്ത പോലെ ഏത് ഭാഗമാണോ താഴെ നമുക്ക് വീഡിയോയിൽ വരേണ്ടത് അത് താഴെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വീഡിയോ ഭാഗത്ത് ഞാനിവിടെ വീഡിയോയിലെ ഈ ഭാഗം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഭാഗം ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിംഗർ കൊണ്ട് നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടത് ആ ഐക്കൺ ഇവിടെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് നമ്മൾ പ്ലേ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സൂം ചെയ്യുന്നതായിട്ട് കാണാം.
ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ നമ്മളുടെ ഏത് ഭാഗമാണ് വേണ്ടത്, അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് ഏത് ഭാഗമാണോ സൂം ചെയ്ത് കാണിക്കേണ്ടത് അതിവിടെ നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഗൂഗിൾ ഫോട്ടോസ് വഴി എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് ട്രാക്ക് എന്നുള്ള ഒരു ഫീച്ചറാണ് പുതിയതായിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് ട്രാക്ക് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഇതിലിപ്പോൾ നമുക്ക് ഇന്ന ഭാഗം എന്ന് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഏതാണ് വീഡിയോ അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആൾ അതല്ലെങ്കിൽ ആ കുട്ടി നടക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ഫോൺ അതിനനുസരിച്ച് കുട്ടിയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ട്രാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാമെന്ന് ഓർമ്മിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.